നോമ്പ് ചിന്ത 42-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ, കൃപാസനം. നാം നേടിയെടുക്കേണ്ടത്. നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തുകയാണ്. സുവിശേഷം നൽകുന്ന ചില മുന്നറിയിപ്പുകളെയാണ് ഇനി ധ്യാനിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫിലിപ്പി 3:16. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം. മുറുകെ പിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായി മുറുകെ പിടിക്കാൻ എന്തു നമ്മൾ ആർജിച്ചു എന്നു ചിന്തിക്കണം. ഈ നോമ്പുകാലത്ത് നമ്മൾ ആർജിച്ചെടുത്ത കുറേയേറെ മൂല്യങ്ങളുണ്ടാകാം, സുവിശേഷ സാക്ഷ്യത്തിന് ഉതകുന്നവ. അങ്ങനെയുള്ള എല്ലാ മൂല്യങ്ങളെയും കൈമോശം വരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ബൈബിൾ വിധവകളെക്കുറിച്ച് അവർ എന്താണ് നേടിയെടുത്തതെന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 തിമോത്തി 5:10 വിധവകൾ നേടിയെടുത്ത സുവിശേഷവിഹിതമായ മൂല്യങ്ങളെക്കുറിച്ച് വചനം നമുക്കൊരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. സഭയിലെ വിധവകൾ സത്പ്രവർത്തികൾ വഴി സാക്ഷ്യം നേടിയിട്ടുള്ളവർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു എന്നർത്ഥം. ജനങ്ങളുടെ മുമ്പിൽ സത്പ്രവർത്തികൾ വഴി വലിയ സാക്ഷ്യം നേടിയിട്ടുള്ളവരുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആദിമസഭയിൽ വിധവകളുടെ കൂട്ടായ്മയിൽ വിധവകളായിട്ട് സഭ പരിഗണിക്കണമെങ്കിലും അതായിരുന്നു അടയാളം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ സുവിശേഷ ചൈതന്യത്തിൽ വളർത്തണമെന്നതാണ് കാഴ്ചപ്പാട്. അത് കുടുംബജീവിതത്തിന് ഒരു നേട്ടമായിട്ടാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. അതിഥികളുടെ കാര്യത്തിൽ താൽപ്പര്യങ്ങൾ കാണിക്കുകയും വിശുദ്ധരുടെ പാദം കഴുകുകയും പീഡിതരെ സഹായിക്കുകയും എല്ലാവിധ സത്പ്രവർത്തികൾക്കും വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ ആയിരിക്കണം. ഇത്രയും നേട്ടങ്ങളുണ്ടായിരുന്ന വിധവകൾ കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു, സഭയുടെ മുഖമുദ്രയുമായിരുന്നു. ഇങ്ങനെ കുടുംബപരവും സാമൂഹ്യപരവുമായ കുറേയേറെ പുണ്യങ്ങളുണ്ട്. അത് സുവിശേഷത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഒരാൾ നേടിയെടുക്കുന്നതാണ്. ഇങ്ങനെ നേടിയെടുക്കുന്ന പുണ്യങ്ങളെ പിന്നീട് കൈമോശം വരാതെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുന്നത്. ഈ നോമ്പുകാലത്ത് ഇത്തരം മൂല്യങ്ങൾ എത്രത്തോളം നേടിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നത് സ്വയം പരിശോധിക്കാം. സ്വന്തമാക്കിയ മൂല്യങ്ങളെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാം.